അങ്ങനെ അദ്ദേഹം ഈ ആൽമരച്ചുവട്ടിലെത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ദുഃഖം കണ്ടപ്പോ ആ സന്യാസി വരെയും ചോദിച്ചു എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വിദ്യയെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്, പക്ഷെ ആരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നു. അപ്പൊ സന്യാസിവരും വളരെ ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഡ്ഢി ഞാനാണെന്ന് പറയുകയാണ്. അത് പറഞ്ഞപ്പോ മന്ത്രിക്ക് സന്തോഷമായി. അങ്ങനെ താൻ വിഡ്ഢിയാൻ സ്വയം അംഗീകരിക്കുകയാണല്ലോ. അപ്പോൾ മന്ത്രി എന്ത് ചെയ്തു, ഈ ഒരു സ്വർണ്ണ നാണയം അദ്ദേഹത്തിന് കൊടുത്തു. മന്ത്രി നോക്കി നിൽക്കെ ആ സന്യാസി വര്യൻ ആ ഒരു സ്വർണ്ണ നാണയം എടുത്തിട്ട് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. അപ്പൊ മന്ത്രിക്ക് തീരുമാനമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ നാണയം കിട്ടിയിട്ട് വലിച്ചെറിയണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അങ്ങനെ അദ്ദേഹം വേഗം സന്തോഷം കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. രാജാവിന് അസുഖം ബാധിച്ചു. ഇഹലോകവാസം വെടിയാനുള്ള സമയമായി. അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്